ഹഷരി ADM-ഉം ജില്ലാ കളക്ടറും MLA-മാരും ഒക്കെ ഇവിടെ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 2 കുട്ടികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. 2 മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ അവരുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി ഇവിടേക്ക് എത്തിച്ചാൽ പൊതുദർശനം ഇവിടെ ആരംഭിക്കും. ഇപ്പോൾ തന്നെ നാടൊന്നാകെ ഇവിടെ വന്നു ചേർന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മഴയുണ്ട്. മഴയൊക്കെ അതിജീവിച്ചാണ്, മഴവയ്ക്കാതെയാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ സമയമാണ് പൊതുദർശനത്തിന് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ അത് നീണ്ടുപോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം അത്രമാത്രം ആളുകൾ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി. അധികം വൈകാനുള്ളൊരു സാധ്യത ഇല്ല. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രത്യേക പ്രാർത്ഥനകളും മറ്റും ഒക്കെ പൂർത്തിയാക്കണം. അതുകൊണ്ട് പള്ളിയിലെ ചടങ്ങുകൾ ഉച്ചയ്ക്ക് മുൻപായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്രയും കൂടുതൽ സമയം വൈകില്ല എന്ന കണക്കൂട്ടലുള്ളത്. പക്ഷേ 10 മണിക്കൂർ എടുക്കാനാകുമോ എന്നുള്ളത് ഇവിടെ എത്തിച്ചേരുന്ന ജനസഞ്ചയം പോലെയായിരിക്കും. എന്തുതന്നെയാണെങ്കിലും നാടൊന്നാകെ വിലപിക്കുന്ന ഒരു കാഴ്ച. ഇവിടെയൊക്കെ വാക്കുകൾ കൊണ്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന തീവ്രമായ വേദന. പരസ്പരം ആദ്യമായി കാണുന്നവർക്ക് പോലും പരസ്പരം ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കരുതേണ്ട അവസ്ഥ. കാരണം എല്ലാവരുടെയും കണ്ണിൽ മനസ്സിൽ അവിചാരിത ദുരന്തമുണ്ടാക്കിയ തീവ്രവേദനയാണ് ഉള്ളത്. നമ്മൾ ആ വീടുകളിൽ കണ്ടു. തങ്ങളുടെ കൂട്ടുകാരികളെ കണ്ട് ഹൃദയം മുടിഞ്ഞ് പൊട്ടിക്കരയുന്ന മക്കളെ, അവരെ പിടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കളെ, അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ തേങ്ങലടിക്കുന്ന അധ്യാപകരെ, അത്തരത്തിൽ ആരുടെയും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാനാകുന്നതെല്ലാം. ഇപ്പോൾ മൂന്നാമത്തെ ആംബുലൻസ് കൂടി കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കുട്ടികളും സഹപാഠികളും രക്ഷിതാക്കളും അധ്യാപകരും, ഇവരെ ഒരു പരിചയമില്ലാത്ത, ആദ്യമായിട്ട് ഇവരെ കാണുന്ന നാട്ടുകാരും മറുനാട്ടുകാരും എല്ലാം ഒരുമിച്ച് ഒത്തുചേർന്ന് ഇടപെടുന്ന വൈകാരികമായ നിമിഷങ്ങൾക്കാണ് കരിമ്പനക്കൽ ഹാളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഹൃദയഭേദകമായ കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് പൂർണ്ണമായും നമുക്ക് പങ്കുവയ്ക്കാനാകില്ല. ഈ സാഹചര്യങ്ങളെ കളക്ടറും ADM-ഉം MLA-മാരും അല്പസമയത്തിനകം MP രാജേഷും K കൃഷ്ണനും കിടക്കുമ്പോൾ മന്ത്രിമാരും ഒക്കെ ഇവിടേക്ക് എത്തും. അങ്ങനെ ദുർവിധി തട്ടിയെടുത്ത ആ കുരുന്നുകൾക്ക് നാടൊന്നാകെ കണ്ണീർ അഞ്ജലി അർപ്പിച്ച് വിട ചൊല്ലുകയാണ്. ഇനിയൊരിക്കലും മറ്റൊരാൾക്കും ഇങ്ങനൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയൊരു അപകട മരണവും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. ഇനിയൊരു വേദന, സമാന വേദന മറ്റൊരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി അതിനു വേണ്ട നടപടികൾ കൂടി കൈക്കൊള്ളണം. കാരണം ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്ന നാട്ടുകാർ പറയുന്നു. അത്തരത്തിലുള്ള അപകടത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങൾ, അതിന് പരിഹാരം കാണേണ്ട നടപടി അധികൃതർ കൈക്കൊള്ളേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും സൂചിപ്പിച്ചതുപോലെ ദുഃഖത്തോടൊപ്പം തന്നെ
പള്ളിയടക്കമുള്ള മതചെറിയുണ്ടാകണം എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ചെന്നൈമാരും ഒക്കെ ഉണ്ട് കണ്ടിരുന്നു. പല ദേശങ്ങളിൽ നിന്നുള്ളവർ, ഈ നാട്ടിലുള്ളവർ, അങ്ങനെ ഒരിക്കലും ആദ്യമായിട്ട് ഈ കുട്ടികളെ കാണാനെത്തുന്നവർ അങ്ങനെ എല്ലായിടത്തും നിന്നുള്ള 4ാമത്തെ ആംബുലൻസും ഇവിടേക്ക് എത്തിച്ചേരുന്നു. ശരിക്കും ദുഃഖസാന്ദ്രമാവുന്ന അന്തരീക്ഷം, വിലാപങ്ങളാണ്, തേങ്ങലാണ്. എല്ലാവരും പരസ്പരം സഹകരിക്കണമെന്ന് അറിയുന്നു. കാണാനുള്ളവർ മണ്ഡപത്തിന്റെ പുറത്ത് വശത്തിലൂടെ കണ്ടുവരുന്നു. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ഒരുക്കുകയാണ്. അത് സജ്ജീകരിക്കുകയാണ് ഇവിടെയുള്ളത്. അത്രമാത്രം വലിയൊരു ഹാളാണ്. ഇവിടെയൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾ വന്നു നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ അവരുടെ വീടുകളിലെ കാഴ്ച അവസ്ഥ കണ്ടതാണ്. അതിന് ആ ദുഃഖത്തെ ഇരട്ടിപ്പിക്കുന്ന, പല മടങ്ങാക്കുന്ന തരത്തിലുള്ള തീവ്രമായ വേദനകളുള്ള കാഴ്ചകളാണ് ഈ ഹാളിൽ കാണാനാകുന്നത്. കോങ്ങാട് MLA ശ്രീ ശാന്തകുമാരി MLA